ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു സിനിമയും വെബ് സീരീസും ഷോർട്ട് ഫിലിമും ഒന്നും അല്ലാത്തൊരു സാധനം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ ചിന്തിക്കേണ്ട ലാഫ് ഔട്ട് വിത്ത് ശബരീഷ് നാരായണൻ എന്ന് പറയുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു എപ്പിസോഡാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതൊരു സീസൺ 1 ആണ് എഴുതിയിരിക്കുന്നത്. അത് അവരുടെ ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. കാര്യം സീസൺ 1 ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ബാക്കി കാണാൻ തോന്നി. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ വരുമായിരിക്കും, അതല്ലെങ്കിൽ അവരുടെ ഒരു ഫോർമാറ്റ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഇട്ടതായിരിക്കും. പക്ഷേ ദിസ് കൈൻഡ് ഓഫ് കോമഡി ഇത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണം, കാണണം എന്നൊക്കെ പറയാൻ തോന്നുന്ന പോലെ നല്ല രസമുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഈ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കൂടുതലും ഈ കോമഡി പരിപാടികളൊക്കെ കാണുക. അല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കോമഡി റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടന്റ് കാണുകയാണ് ചെയ്യുക. അതിൽ തമാശ ഉണ്ടാവണം, അത്യാവശ്യം എൻഗേജിങ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റിലേക്ക് മാത്രമായി പോകും, ഈ സാധനം വെറുതെ പ്ലേ ചെയ്യുന്നതിന്. അപ്പം നമ്മുടെ അറ്റൻഷൻ പിടിച്ചു നിർത്താൻ പറ്റുന്ന രസമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണം. നീറ്റ് ആയിരിക്കണം, ഡീസൻ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോമഡി കേട്ടിട്ട്, ഒരു ജോക്ക് കേട്ടിട്ട് ഇവനൊക്കെ ഇപ്പോഴും ഇതിലാണോ ഇരിക്കുന്നത് എന്ന് തോന്നുകയോ, അല്ലെങ്കിൽ ഇതൊക്കെയാണോ ഇപ്പോഴും തമാശയായിട്ട് ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്ന് തോന്നുന്നൊന്നും ചെയ്യാതെ നമുക്ക് നല്ല രസമായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം. എന്തായാലും ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്തു. ഈ മറ്റുള്ളവരെ അധിക്ഷേപിക്കലാണ് തമാശ, അല്ലെങ്കിൽ അതൊഴിവാക്കിയ പിന്നെ നമുക്കെങ്ങനെ തമാശ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ച് വ്യസനിക്കുന്ന കുറേ ആളുകളുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊന്നും തമാശ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തമാശയുടെ അട്ടിപ്പേർ അവകാശം എടുത്ത് ഞങ്ങളാണ് തമാശയുടെ അച്ഛനും അമ്മയും എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ ഒന്നും വേദനിപ്പിക്കാതെ സാഹചര്യങ്ങളിൽ നിന്ന് ഹ്യൂമർ കണ്ടെത്തി അതുകൊണ്ട് ആളുകളെ രസമായി എൻജോയിപ്പിച്ചിരുത്തുക എന്ന് പറയില്ലേ, ആ പരിപാടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ജസ്റ്റ് വാച്ച് ദിസ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, എന്ന് വെച്ചാൽ മറ്റേ ഒരുപാട് ചിന്തിച്ച് നമ്മളിതിലെ തമാശ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സൊന്നുമല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന, നമ്മുടെ ലൈഫായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന, ഇപ്പോൾ ശബരീഷിൻ്റെ അമ്മയ്ക്കൊരു അപകടം പറ്റിയതും അച്ഛൻ അയാളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, പാഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ ഈ റിയൽ ലൈഫിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു തമാശ കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ പോലും അയാൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മയ്ക്ക് അപകടം പറ്റി എന്നുള്ളത് ഒരു തമാശയല്ലല്ലോ. ചിലർ അതും തമാശയാക്കാറുണ്ട്. അമ്മ വീണ് കിടക്കുന്ന സമയത്ത് അവർ ആശുപത്രിയിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് തമാശ പൊക്കിക്കൊണ്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇയാളിവിടെ ചെയ്തത് ഈ കാലം മാറുമ്പോൾ മുറിവുണങ്ങുകയും അതിനൊരു രസമുള്ള ഓർമ്മയായി മാറുകയും ചെയ്യുക എന്ന് പറയില്ലേ, അങ്ങനെ വ്യക്തിയെ അധിക്ഷേപിക്കാതെ സാഹചര്യങ്ങളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന് തമാശ കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഫുള്ളൊരു ഹാപ്പി വൈബാണ്. ഇതൊരു ടോർച്ചറായി പോയല്ലോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ചില കോമഡി പരിപാടികളില്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹാപ്പി വൈബിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു ചെറിയ പുഞ്ചിരി മുഖത്തുണ്ടാവും, അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ടാവും, പിന്നെ കുറച്ച് മെമ്മറീസിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു എലമെൻ്റ് ഇതിൻ്റെ അകത്തുണ്ട്. പലപ്പോഴും തമാശ പറയാൻ വരുന്ന ആളുകൾ എന്തെങ്കിലും തമാശ ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലത്തെ പ്രോസസ്സ് കാണാറുണ്ട്. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു തമാശയല്ല, രസമുള്ളൊരു തമാശ, നമുക്കൊക്കെ ജീവിതത്തിൽ കണക്റ്റ് ആവുന്ന തമാശ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഈ ശ്രീനിവാസൻ തമാശകൾ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ തന്നെ കുറവുകളിൽ നിന്ന് തമാശ ഉണ്ടാക്കി എന്നാണ്, അല്ലെങ്കിൽ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്നാണ് പുള്ളി ഹ്യൂമർ ഉണ്ടാക്കുന്നതെന്ന്. മോനെ ഫൈസി നീ അത് ഇങ്ങനെ ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട്, അതായത് അയാൾക്കുണ്ടെന്ന് സമൂഹം പറഞ്ഞിട്ടുള്ള ചില കുറവുകൾ, ആ കുറവുകളെ സമൂഹം നോക്കിക്കാണുന്ന രീതി, അതിൻ്റെ ഭാഗമായി ഒരാളിലുണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി, അതല്ലേ ശരിക്കും ശ്രീനിവാസൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ അരക്ഷിതാവസ്ഥയും അതിനെ എല്ലാ കാലത്തും കളിയാക്കാൻ കാത്തിരിക്കുന്ന സമൂഹത്തിനെയും സർക്കാസ്റ്റിക്കലി അയാൾ അവതരിപ്പിക്കുകയായിരുന്നില്ലേ. ശരിക്കും ആ തമാശ കണ്ട് ചിരിച്ച മലയാളിയുടെ മുഖത്ത് നോക്കി പൗർണമി വരുമ്പോൾ നീലക്കുറുക്കൻ കൂവെന്ന് പറയുന്ന പോലെ ആ കുറുക്കനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സല്ലേ അയാൾ അവിടെ ചെയ്തത്. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ, അയാൾക്ക് ശേഷം വന്ന മലയാളത്തിൽ കോമഡി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇൻ്റലക്ച്വലി അയാൾക്കൊപ്പം ഒന്നും നിൽക്കാൻ പറ്റാതിരുന്ന ആളുകൾ, അവരിതിൽ നിന്ന് ആകെ എടുത്തത് കുറവുകളെ കളിയാക്കുമ്പോൾ അതിനകത്ത് തമാശ ഉണ്ടാവുക എന്നുള്ളതാണ്. മലയാളി പിന്നെയും ആ സാഹചര്യങ്ങളൊക്കെ മലയാളിക്ക് കളിയാക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് ആ തമാശകൾ കേട്ട് ചിരിച്ചു കൊണ്ടേയിരുന്നു. ഒരു മനുഷ്യൻ്റെ ഉയരവും നിറവും അയാളുടെ ശാരീരിക അവസ്ഥയൊക്കെ നമുക്ക് കളിയാക്കാനുള്ളതാണ്, പുച്ഛിക്കാനുള്ളതാണെന്ന് അങ്ങ് പഠിച്ചു വെച്ചു. പക്ഷേ ഈ തമാശ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നവരൊക്കെ ശ്രീനിവാസനെ കൂട്ടുപിടിക്കുകയും ചെയ്തു. വ്യക്തികളെ ഒഴിവാക്കി അതിൽ തമാശ കണ്ടെത്തുമ്പോൾ അവിടെ ആരും വേദനിപ്പിക്കപ്പെടുന്നില്ല. നോ ഹേർട്ട് ഫീലിങ്സ് എന്നൊക്കെ പറയുന്ന പോലെ രസമുള്ള കുറച്ച് തമാശയാണ് ഉണ്ടാവുക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശബരീഷിന് അഥവാ നേരിട്ട് കാണുകയാണെങ്കിലും പറയാൻ തോന്നിയത് ഓൾ ദ ബെസ്റ്റ് ബ്രോ, ഈ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ തമാശയിൽ ഉണ്ടാവട്ടെ, ഈ ക്വാളിറ്റി ഇങ്ങനെ നിലനിർത്താൻ പറ്റട്ടെ, കുറേയും കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റട്ടെ, പക്ഷേ ഇതിൽ നിന്ന് താഴേക്ക് പോകാതിരിക്കട്ടെ. നമ്മുടെ നാട്ടിൽ സ്റ്റാൻഡപ്പ് കൾച്ചർ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണുള്ളത്. കുറച്ച് ആളുകൾക്ക് തങ്ങളുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. വേറെ ചില ആൾക്കാർ അതിൻ്റെ അകത്ത് സാധ്യതകളെ തിരിച്ചറിഞ്ഞിട്ട് ചിലപ്പോൾ വിദേശത്തുള്ള ഏതെങ്കിലും ഹിറ്റായിട്ടുള്ള ഒരാളെ അനുകരിച്ചുകൊണ്ട് കയറിപ്പോകാനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ വരുമ്പോഴാണ് പല നാടുകളിലും പല ആളുകളും ഹിറ്റാക്കി ചെയ്തു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളെ അനുകരിക്കുമ്പോൾ അതിനകത്ത് ആളുകളെ ഹേർട്ട് ചെയ്യുന്ന എലമെൻസും കൂടി കടന്നു വരാം. അതൊക്കെ മാറ്റി
സ്വന്തമായ ഒരു ശൈലി ഉണ്ടാക്കി, സ്വന്തമായ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാർ അവർ കടന്നു വരട്ടെ, ഒരുപാട് നല്ല ചിരികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ഈ സജസ്റ്റ് ചെയ്ത വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.